ഞാൻ പൊങ്കൽ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇവരോട് പൊങ്കൽ എടുത്തു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് പൊങ്കൽ. ഇവരുടെ ടാഗ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് വാഷ്റൂം ആൻഡ് നീറ്റ് ഫുഡ്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ രുചികൾ തേടിയുള്ള സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ യാത്ര ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? കന്യാകുമാരിയിലേക്കാണ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത്, കൂടെ ഞാനും. അപ്പോൾ ഇപ്പോൾ സമയം കൃത്യം 8:30 ആയിട്ടുണ്ട്. മോർണിംഗ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്ന, അതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഹോട്ടൽ ഏതാണെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ ഈ ഒരു ഹോട്ടലിനെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ ഐ ലവ് കന്യാകുമാരി എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇൻട്രോ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ അതിഥി ഭവൻ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. അതായത് കന്യാകുമാരിയിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ തൊട്ടടുത്ത് തന്നെ ആക്സസിബിൾ ആയിട്ട് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെജും കിട്ടും നോൺ വെജും കിട്ടും കേട്ടോ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ടുള്ള മറ്റൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് താമസിക്കാനൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വലിയൊരു സ്പേസ് തന്നെ സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുടെ ടാഗ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് വാഷ്റൂം ആൻഡ് നീറ്റ് ഫുഡ്. അതായത് ഇതാണ് ഇവരുടെ ടാഗ് ലൈൻ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ നാഗർകോവിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തൊട്ട് ഈ ശ്രീ അതിഥി ഭവൻ്റെ ബോർഡ് ഇങ്ങനെ കണ്ട് വരും. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ പിന്നെ ഇന്ന് കാലത്തുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാക്കിയേക്കാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം ഇന്നത്തെ കാലത്തെ ശ്രീ അതിഥി ഭവനിലെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫുൾ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഇരുന്ന് വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് അതിഥി ഭവൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ പതിയെ ശ്രീ അതിഥി ഭവൻ ഹോട്ടലിലേക്ക് കയറുകയാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സ്പേസിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതായത് ഔട്ട്ഡോറിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെയാണ്, കന്യാകുമാരിയിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ആയിട്ടുള്ളവർ. അപ്പം ഇവിടെ ബൊഫെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ബൊഫെ ആയിട്ട് ഫുഡ് നമുക്ക് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അതായത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് എടുത്ത് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അകത്ത് നമുക്ക് കുറച്ചുകൂടെ പ്രൈവസി ആയിട്ടിരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇൻഡോറിലുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറയുന്നത് മോർണിംഗ് ആയതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് നമുക്ക് ചിലപ്പം വെജ് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെജ് കഴിക്കാം. പിന്നെ നോൺ വെജ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് നോൺ വെജും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ളവരും അതുപോലെ ഫോറിനേഴ്സും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴത്തേക്കൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ. ശ്രീ അതിഥി ഭവനിലെ ഔട്ട്ഡോറിലുള്ള കാഴ്ചകളൊക്കെ വിശേഷങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി ഉള്ളിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്ന് നമുക്ക് കാണണ്ടേ? വാ. അപ്പം ഇതാണ് അതിഥി ഭവനിലെ ഉള്ളിലുള്ള കാഴ്ചകളും ഒക്കെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കുറച്ചുകൂടെ സ്പേസ് ആയിട്ട്, കാരണം പ്രൈവറ്റ് സ്പേസിൽ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ഇവിടെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഹായ്, ഇവിടുത്തെ മാനേജർ ഇന്ന് ലീവാണല്ലേ? ഓക്കെ. ബ്രോയുടെ പേര്? ജനം. മലയാളം മനസ്സിലാവൂലേ? മനസ്സിലാവും. ഓക്കെ. ഇവിടെ തന്നെ നേറ്റീവ് ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെ. ഓക്കെ. ശരിക്കും ശ്രീ അതിഥി ഭവൻ ഇത് ഇവിടെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതൊരു 3-4 കൊല്ലമായി. ഓ, 4 കൊല്ലമായി. ഇവിടെ ശരിക്കും എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഷസ്? ഇവിടെ എന്ന് പറയാം, ഇവിടെ ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, പിന്നെ സൗത്ത് ഇന്ത്യൻ എല്ലാ ഫുഡും കിട്ടും. റൂംസും ഉണ്ട്. എല്ലാ റൂംസും AC ആണ്. 4 ബെഡ് 3 ബെഡ് എല്ലാ അക്കോമഡേഷനും ഉണ്ട്. അല്ലാതെ രാവിലെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഇവിടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ മാത്രം പ്യുവർ വെജ് ആണ്. ഫുൾ ആൻഡ് ഫുള്ളി എല്ലാ ഫുഡും കിട്ടും. അല്ലാതെ നിങ്ങൾ റൂം ബുക്ക് ചെയ്യുന്ന ഇതിലാണ് MAP അല്ലെങ്കിൽ AP അതെന്തെങ്കിലും ബുക്ക് ചെയ്താൽ അതിനേറ്റ പോലെ നമുക്ക് ഉച്ചയ്ക്കും നൈറ്റൊക്കെ
ഫുഡൊക്കെ ഇൻക്ലൂഡ് ആയത്. ശരി ശരി. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് തരാൻ വേണ്ടിയിട്ടുള്ളത്? പിന്നെ പൂരി, പിന്നെ സൗത്ത് ഇന്ത്യൻ എല്ലാം ഉണ്ട് കേട്ടോ. ഇഡ്ഡലി, ദോശ, വട, പിന്നെ പൂരി, ടീ, കോഫി, പൊങ്കൽ. നമുക്ക് പൊങ്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? പൊങ്കൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പൊങ്കൽ തമിഴ്നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാവിലെ തന്നെ പൊങ്കൽ ഒന്ന് കഴിച്ചു നോക്കാം. പിന്നെ അതുപോലെ തന്നെ മസാല നെയ് റോസ്റ്റ് അല്ലേ, നെയ് റോസ്റ്റ് നമുക്കൊന്ന് മോർണിംഗ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എവിടെന്നാ വരിക? കാലിഫോർണിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓ, കാലിഫോർണിയ. മദ്രാസ് ആണ്. ഓ, എല്ലാരും ഒരുമിച്ച് 12 ആൾക്കാരാണ്. കന്യാകുമാരി അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ്. ആൾമോസ്റ്റ് തുടങ്ങിയതേ ഉള്ളോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. ഓക്കെ, ഇനി ഞാൻ തമിഴിലൊന്ന് ചോദിച്ചേക്കാം. എപ്പടി ഇருக்கு இந்த ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഗുഡ്. നല്ല ഇருக்கு, നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ശരി ശരി ശരി. എന്താ കഴിച്ചത്? I had everything, starting with pongal, Okay. vadai, puri, idli, upma, and what else? And coffee. How is the taste different from California and Tamil Nadu? California is definitely better. Okay. Ma'am, your name please? Devi. Okay, nice. Ma'am, how is the food? Yeah, food is very good, excellent, actually delicious. Okay. We tried everything and the service is also good. Yeah, okay. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതാ വന്നിരിക്കുകയാണ്. ഒന്നേന്ന് തുടങ്ങാം. ഇതാ നെയ് റോസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള പൂരി ബാജിയുണ്ട്, പിന്നെ പൊങ്കൽ. മീൻസ് ഞാൻ പൊങ്കൽ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇവരോട് പൊങ്കൽ എടുത്തു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് പൊങ്കൽ. പൊങ്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ്, ഉഴുന്ന്, പച്ചരി, പിന്നെ കശു നട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതാക്കുന്നത്. അപ്പം ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് നമുക്ക് ആദ്യം ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കി. അതിനുശേഷം ശകലം ചമ്മന്തി എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, പൊങ്കൽ ഇതുവരെ കഴിക്കാത്തത് കൊണ്ടാണ് ഫസ്റ്റ് ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചട്നി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കാസർഗോഡ് ഭാഗങ്ങളിലേക്കൊക്കെ. അപ്പം കാസർഗോഡ് ഒക്കെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും ആ ഒരു ചട്നിയുടെ ടേസ്റ്റ് വരും. ചട്നി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇതാ ഈ ചട്നിയാണോ എന്ന്. അതല്ല, കാസർഗോഡ് ഭാഗങ്ങളിലേക്ക് ചട്നി എന്ന് പറയുന്നത് പച്ചരി വെച്ചിട്ടൊരു സംഭവമുണ്ട്. ആ ഒരു സംഭവമായിട്ട് ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പൊങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ശ്രീ അതിഥി ഭവനിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് നമുക്ക് ഇന്ന് ഫ്രണ്ടിൽ കാണുന്നത്. അപ്പം എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്കും കഴിക്കാൻ സമയമായി. അപ്പോൾ നമുക്ക് ഓരോന്നെ കഴിച്ചങ്ങോട്ട് കാലിയാക്കാം. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്കലാണ് ട്രൈ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നത്. പൊങ്കൽ നമ്മൾ ട്രൈ ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. മീൻസ് നമ്മൾ മലയാളീസൊക്കെ വരുമ്പോഴത്തേന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാത്തവരൊക്കെ ആയിട്ട് കുറവായിരിക്കാം, മേ ബി ഞാൻ ഫസ്റ്റായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് അത് ആദ്യമേ ട്രൈ ചെയ്തത്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പൂരി ബാജി അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെയാണ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചതും. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇവർക്കൊരു ടീ സ്റ്റാളുണ്ട് കേട്ടോ. അതായത് ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റാളും കൂടെ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇറ്റ് മീൻസ് നമുക്ക് ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചായ കുടിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നേരത്തെ വന്ന് കുടിക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു ടീ സ്റ്റാൾ. അതിൻ്റെ അകത്ത് സിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എനിവേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, കന്യാകുമാരിയിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ശ്രീ അതിഥി ഭവനിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. അപ്പം ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അടുത്തോളം ഉള്ള ഈ ഒരു അതിഥി ഭവനിലേക്ക്. പിന്നെ അതുപോലെ തന്നെ നാഗർകോവിലിൽ നിന്ന് നമ്മൾ വരുമ്പോഴത്തേന് ഫുൾ റോഡ് സൈഡ് ഫുള്ള് നമുക്ക് ഇവരുടെ ബോർഡ് കാണാം. ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് ശ്രീ അതിഥി ഭവൻ എന്നുള്ള ബോർഡ് നമുക്ക് കാണാം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലൈവേഴ്സിൽ നിന്നും ഞാൻ ഡ്രീം റോക്കി. ബൈ.